രാവിലെ ഉണ്ടാക്കിയ പുട്ട് അധികം വന്നു കഴിഞ്ഞാലേ അതൊന്ന് മോഡിഫൈ ചെയ്ത് ഉപ്പുമാവ് രീതിയിലാക്കി ആരെങ്കിലും ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ദേ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പുട്ട് രാവിലത്തെ അധികം വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ ഇത് ഉപ്പുമാവാക്കി ഒന്ന് നോക്കിയാലോ എന്ന്. അപ്പോൾ ദേ ഇവിടെ ഒരു ചെറിയ സവോള എടുത്ത് ഞാൻ ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചു. കൂട്ടത്തിൽ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചാൽ, എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം കുക്കിംഗ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലോട്ട് കുറച്ച് കടുകും ചെറുപയർ പരിപ്പ് 1 സ്പൂണും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും 2 പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കണേ. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം, ഉപ്പല്ലെങ്കിൽ കുറഞ്ഞു പോവേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഉപ്പിട്ടിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രമേ നമ്മൾ ആ സവോളയിൽ ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഈ പുട്ട് പൊടിച്ചത് നമ്മൾ ഇതിലോട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ പുട്ടൊക്കെ. അപ്പോൾ ഇനി രാവിലെ പുട്ട് കഴിച്ചിട്ട് അതേ പുട്ട് തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ മടിയുള്ളവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുവേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.